ആയുർഗീന് പറഞ്ഞൊരു മൊത്തത്തിലൊരു കൂട്ടായ്മയാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് വീടാണ് ആയുർഗീന്. എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നെ ഏറെക്കുറെ പറഞ്ഞ ആയുർഗീനിലെത്തിയിട്ടാണ് ഞാൻ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജൗഹറാണ്. എനിക്ക് 2023 ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. സ്പൈനൽ കോഡിനാണ് ഡയറക്റ്റ് വന്നത്. കോയമ്പത്തൂർ ഗംഗയിലായിരുന്നു എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞത്. ഒരു ഫിസിയോതെറാപ്പി എന്നുള്ള രീതിയിൽ കുറേ സ്ഥലത്തോട്ട് പോയി. ഒരു മാറ്റം എന്നൊന്നും പറയാൻ എവിടുന്നും ആയിട്ടില്ല. ഫുള്ള് ബെഡ് റിലേറ്റഡ് ആയിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ. ഇതുവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സ്ഥലത്തൊന്നും ഞാൻ വെറും ഹോസ്പിറ്റൽ, വീട്, ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് മാനസികമായിട്ടും പറ്റ തകർന്നു നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. വേറെ എല്ലായിടത്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമല്ല. എൻ്റെ അനിയനോട് തന്നെ ഞാൻ പറയും, നമുക്ക് ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ പോയിൻ്റെ ഇനി ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണേ. അന്ന് ഫുള്ള് ബെഡ് റിലേറ്റഡ് ആയിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ. ഫുഡ് ഒരാൾ എടുത്തുതരണം, ഒരാൾ എഴുന്നേൽപ്പിച്ച് ഇരുത്തണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പറയണത് ആയുർഗീനെ കുറിച്ചും കണ്ട് പറയുന്നത്. ആയുർഗീന് പറഞ്ഞൊരു മൊത്തത്തിലൊരു കൂട്ടായ്മയാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് വീടാണ് ആയുർഗീന്. എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ഇതാണ്. നമുക്കൊരു വീട്ടിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്നുള്ള ഫീൽ ഒരിക്കലും ആയുർഗീൻ തരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇങ്ങനെ ഒരു വീൽ ചെയർ പേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് നമ്മളൊരു ബുദ്ധിമുട്ടാണ് പള്ളിയിൽ പോകുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ഒരു ജിമ്മ് ഞാൻ എൻ്റെ നാട്ടിലൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണ്. എല്ലാ നാട്ടിലും ഒരുവിധ ഒക്കെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരാം. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ജിമ്മ് നമുക്ക് തന്നെ പോയി നമ്മളെ വീൽ ചെയറുമ്പോൾ പോയി ജിമ്മ് ചെയ്യുക. ഫെസിലിറ്റി ഭയങ്കരമാണ് ജിമ്മിൻ്റെ അത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒന്നിനും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഷോപ്പാണെങ്കിൽ തന്നെ ഉള്ളിലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ നിന്നിരുന്നത് ഇവിടെ ആയുർഗീൻ്റെ തന്നെ രേഹ വില്ലേജ് എന്ന് പറഞ്ഞൊരു വീട്ടിലായിരുന്നു. നമ്മളൊരു വീട്ടിൽ നിൽക്കണ ഫീൽ തന്നെ ആയിരുന്നു. നമുക്കൊന്നും കൂടി അഫോർഡബിലിറ്റി ആയിട്ടുള്ള സംഭവമാണ് രേഹ വില്ലേജ്. നമുക്കൊരു രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമുക്കൊരു ജീവിതത്തിൽ ഒരു മുന്നോട്ട് തിരിച്ചുവരവുണ്ടാവും. പല ഹോസ്പിറ്റലിൽ ഞാൻ പോയതാണ്, എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു റെസ്പോണ്ടാണ് ഇവിടെ വന്നിട്ട് കിട്ടിയത്. നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് നല്ലൊരു മാറ്റം. ഞാൻ ഫുള്ള് ബെഡായിട്ട് ഇപ്പം ഞാൻ വീൽ ചെയറിൽ പുറത്തോട്ട് യാത്ര ചെയ്യും. ഇവിടെ എടപ്പാളിൽ തന്നെ ഫുട്ബോൾ കാണാൻ പോവും, കർമ്മി പോവും, പൊന്നാനി പോവും, ഒക്കെ ഞാൻ വീൽ ചെയറിലായി. പിന്നെ മറ്റേത് എനിക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, എന്തിനും എടുത്തു വെക്കണം. അതിനൊക്കെ ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കഴിയുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ എല്ലാവരെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് അത് കഴിഞ്ഞത്. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റ് മുതൽ എല്ലാ സ്റ്റാഫ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ചിരിച്ച് കളിച്ച്, അല്ലെങ്കിൽ ജോറായി കൊടുക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ എന്ത് ഇതുണ്ടെങ്കിലും നമ്മളോട് നല്ല അത്രയും എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ ഡെസ്പായിട്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവരുടെ പെരുമാറ്റം. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കരമാണ്. നമ്മളെ മനസ്സിനെ ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണുമ്പോൾ, ഒന്നാമത് ഇന്നൊക്കെ പോലത്തെ ആൾക്കാർ റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിട്ട് ഇരുന്നുകാണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പകുതി നമ്മളെ രോഗത്തിനും ഇതിനൊക്കെ ഒരു സമാധാനമാണ്. പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നെ ഏറെക്കുറെ പറഞ്ഞ ആയുർഗീനിലെത്തിയിട്ടാണ് ഞാൻ ജീവിതം ഒന്ന് ഇങ്ങനെയാണല്ലോ എന്നില്ല, ഇങ്ങനത്തെ ആൾക്കാർക്കും ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ ആയുർഗീനിലെത്തിയിട്ടാണ്. Ayurgreen Hospitals, India's first robotic integrated neuro rehab hospital, Edappal, Kerala. സ്ട്രോക്ക് പരിചരണം ഇവിടെ സേവനമല്ല, ഉത്തരവാദിത്തമാണ്.